വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ ചർച്ച പൂർണ്ണ സമവായമായില്ല. ഉദ്യോഗാർത്ഥികൾ നിരാഹാര സമരം മാത്രം അവസാനിപ്പിച്ചു. ആവശ്യം അംഗീകരിക്കും വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടരും. 45 ദിവസത്തിനകം പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം വീണ്ടും ശക്തമാക്കാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. സമരത്തിന് DYFIയും SFIയും നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ 37 ദിവസമായി LPST റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ അനിശ്ചിതകാല സമരത്തിലാണ്. ഉദ്യോഗാർത്ഥിയായ വളർമതിയുടെ നിരാഹാരം 13 ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് സർക്കാർ ആദ്യമായി ചർച്ചയ്ക്ക് വിളിച്ചത്. മന്ത്രി N ശംസുദ്ദീനുമായി നടത്തിയ ചർച്ചയിൽ 13 ദിവസം നീണ്ട നിരാഹാര സമരം മാത്രമാണ് LPST റാങ്ക് ഹോൾഡേഴ്സ് അവസാനിപ്പിച്ചത്. ഉദ്യോഗാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം തുടരും. നിരാഹാരം അദ്ദേഹം വെള്ളം തന്നു. നിരാഹാരം ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു 45 ദിവസത്തെ സമയം ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് മുതൽ 45 ദിവസം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 24 എന്ന് പറയുന്ന ദിവസമായി തീരും. അതിനുള്ളിൽ തന്നെ ഈ 45 ദിവസം എത്തിക്കാതെ അതിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റകളൊക്കെ നിലവിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്, വിരൽ തുമ്പത്തുണ്ട്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ വിഷയങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തന്നെ പരിഗണിക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞങ്ങളിവിടെ തുടരുമെന്ന് തന്നെയാണ് ഗവൺമെന്റിനോട് അറിയിച്ചിരിക്കുന്നത്. അതേസമയം വിദ്യാർത്ഥികൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ 45 ദിവസത്തിനകം പരിഹരിക്കുമെന്ന് മന്ത്രി N ശംസുദ്ദീൻ. അല്ലാതെ നമ്മുടെ നിലവിലുള്ള സെക്രട്ടറി, DG, അവരുടെ കീഴിലുള്ള അഡീഷണൽ അസിസ്റ്റന്റ് സെക്രട്ടറീസ്, പിന്നെ ഡയറക്ടർമാർ, അവരൊക്കെ ചേർന്നൊരു സമിതിയാണ് ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തത്. അത് അവരെ തന്നെ നമ്മൾ ചുമതലപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ഈ 1.5 മാസത്തെ സാവകാശം അനുവദിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനി ചർച്ച ചെയ്യണം. അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കുക, എയ്ഡഡ് സ്കൂളിലെ അധ്യാപക തസ്തിക നിയമനം PSCക്ക് വിടുക, നിലവിലെ LPST റാങ്ക് പട്ടികയുടെ കാലാവധി നീട്ടുക എന്നിവയാണ് സമരസമിതിയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. 37 ദിവസമായി LPST റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ അനിശ്ചിതകാല സമരം തുടങ്ങിയിട്ട് സെപ്റ്റംബർ 24-നകം പരിഹാരമായില്ലെങ്കിൽ വീണ്ടും കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.